ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത എന്താ ചെന്നൊരു മഹാന്റെ ജന്മദിനാണ്. ഈ കാണുന്ന സുന്ദരനാണ് മഹാൻ. വല്ലാതെ സൂമേണ്ട ഞാൻ തന്നെയാണ് മഹാൻ. ബർത്ത്ഡേ കഴിഞ്ഞ് എനിക്ക് രാവിലെ തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടി. ഇതിന്റെ ബിസിനസിന്റെ ടീച്ചർ എന്ന ഗിഫ്റ്റ് ആണ്. പിന്നെ പ്ലസ് വൺ എക്സാം എഴുതാനുള്ള ഹാൾ ടിക്കറ്റും കിട്ടിയിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് പെരക്കാര് കണ്ട സീൻ. അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു. ബർത്ത്ഡേ കഴിഞ്ഞ് ഇന്ന് നമ്മളൊന്ന് പുറത്തു പോകണം. സംഭവം നിമ്മാനോട് ചോറൊന്നും ഉണ്ടാക്കണം. ഇന്ന് ഫുള്ളിന്റെ ചെലവാണ് ഇറങ്ങുന്നത്. ഇറങ്ങാൻ നേരത്താണ് ഈ സാധനത്തിനെ കാണുന്നത്. ഇതാണ് ഈ നടന്നു പോണതിന്റെ ഇടയ്ക്കാരെ കടന്നുറങ്ങുക. പിന്നെ നമ്മൾ അളിയനും വന്നു. ഈ ഇരിക്കണാണ് ഇന്റെ ഡാഡി, ആ ഇരിക്കണാണ് ഇന്റെ അളിയൻ. ഇവളൊക്കെ എന്തായാലും മുടിപ്പിച്ചു എന്നുള്ള ലക്ഷ്യത്തിലാണ് വന്നിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ഉമ്മ സന്തൂർ മമ്മിയാണ് ചോദിച്ചു. അതിന്റെ പോലും ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഇടക്കലേക്ക് വന്നു. ഈ കപ്പിൾസിന്റെ എവിടെ പോയാലും കടന്ന് അടി ഉണ്ടാവും. താത്താക്ക് പിന്നെ അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. ഈ കപ്പിൾസിന്റെ തമ്മിൽ കണ്ടു പരിചയം പോലും ഇല്ലാത്ത പോലെ. സംഭവന്റെ വാപ്പ കുറച്ച് സിഗ്മ പോയി. അതിന്റെ അടുക്കാണ് അളിയെ രണ്ട് കവർ തൂക്കി വരുന്നത്. പടച്ചവനാണ് സത്യം. ഇങ്ങനെ ഒരു സംഭവം അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അങ്ങനെ കിട്ടിയ സാധനം എന്താന്ന് തുറന്നു നോക്കി. ഇതിന്റെ താത്താന്റെ സെലക്ഷൻ ആണെന്ന് പറഞ്ഞത്. ഇതൊക്കെ സെലക്ട് ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഫുഡ് വരെ ഒന്ന് ലേറ്റ് ആയപ്പോൾ ഞാനും അവന്റെ കൈവാളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. ഭാഗത്തിന് അപ്പോഴത്തിന് ഫുഡൊക്കെ വന്നു. ഇറങ്ങാൻ നേരത്താണ് ഇതിന് വേറെ നിൽക്കുന്ന സാധനമാണെന്ന് പറഞ്ഞത്. എന്തിപ്പോ ചെയ്യാ, ബർത്ത്ഡേ ആയി പോയും ചെയ്തു. പേരേക്കത്തിന് 10 ഗേറ്റിനോട് കുറച്ച് വിചിത്ര രൂപങ്ങൾ. സംഭവന്റെ ചങ്ങായിമാരെ ഇന്നൊരു മാതിരി കളവന്മാരെ പോലെ ആക്കിക്കണം. ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എന്തൊക്കെ സഹിച്ചണം. അതിനിടയ്ക്ക് ഈ ചങ്ങായിന്റെ ഷൊണ്ണത്തരങ്ങളും. അങ്ങനെ നമ്മളെ കേക്കൊക്കെ സെറ്റ് ആയി. പടച്ചോനാണ് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ കേക്ക് മുറിച്ചാൻ വേണ്ടി എല്ലാരും അവിടെ ഇതിപ്പോ സംഭവം എന്ന് വിചാരിച്ച ഇവിടെ ഒരാൾ നോക്കിയിരിക്കും. മുടി കണ്ടിട്ട് എനിക്ക് എന്റെ മണ്ടക്കരാണ്ടറ കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർക്കും കേക്കൊക്കെ വെച്ചു കൊടുത്ത് മോനെ പിന്നെ എന്റെ ഒരു പാന്റ് സ്പീക്കറും പോയി. അപ്പൊ ശരി, ഫോളെ അടുത്ത വീടിലാണ്.